ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നോർമൽ എംബ്രോയിഡറി ത്രെഡ്, രംഗോലി ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്ന പുതിയൊരു സ്റ്റിച്ചിനെ കുറിച്ചാണ്. അതാണ് കൗച്ചിങ് സ്റ്റിച്ച്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി 2 കളർ നൂല് ഓൾറെഡി നമ്മൾ എടുത്തു വെക്കണം. അതിൽ ഒരു കളർ എടുത്ത് 6 ഇഴയിലാണ് കോർത്ത് എടുക്കേണ്ടത്. എന്നിട്ട് കെട്ടിട്ട് വെക്കാം. ആദ്യം താഴത്തുനിന്നെടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നൂലിനെ കൊണ്ടുവരണം. അതിനുശേഷം എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതെടുത്ത് അതിന് താഴത്തേക്ക് കുത്തിയിറക്കുക. കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 6 ഇഴ നൂലില് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അങ്ങനെയെങ്കിൽ സ്ലാൻഡിങ് ആയിട്ട് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ നൂലെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് ഇറക്കി കെട്ടിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് കുത്തി എടുത്ത് ഇവിടത്തേക്ക് താഴത്തേക്ക് ഇറക്കുക. ഇത് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതാ 3 ഇഴ നൂലെടുത്ത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇനി നമ്മളിതിനെ കൗച്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് കൗച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരേ അകലത്തിൽ നമ്മൾ എടുക്കണം. താഴ്ത്തുനിന്ന് ഇതിന്റെ നേരെ താഴ്ത്തുനിന്ന് കുത്തി ഇങ്ങനെ എടുക്കാം. ഇതിനെ കൗച്ച് ചെയ്തിട്ട് വേണം നമ്മൾ താഴത്തേക്ക് ഇറക്കാൻ. വീണ്ടും ഒരു വട്ടം കൂടി ചെയ്യണം. അങ്ങനെ 2 വട്ടമാണ് നമ്മൾ ഇതിനെ കൗച്ച് ചെയ്യേണ്ടത്. നമ്മൾ യെല്ലോ കളർ ത്രെഡിനെ 2 വട്ടം കൗച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം ഒരേ ലെങ്ത്തിൽ തന്നെ അടുത്ത ഭാഗം നമ്മൾ കൗച്ച് ചെയ്യണം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ് കൗച്ചിങ് സ്റ്റിച്ച്. ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരേ നീളത്തിലായിരിക്കണം നമ്മൾ കൗച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ 2 വട്ടം ചെയ്ത് തുടർന്ന് നമ്മൾ ചെയ്തു പോവുക. എടുക്കുമ്പോൾ 2 കളർ നൂലുകളാണ് എടുക്കേണ്ടത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരേ കളറിലാകുമ്പോൾ നമ്മൾ കൗച്ച് ചെയ്യുമ്പോൾ അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ 2 കളറിലുള്ള നൂലാണ് വ്യത്യസ്ത കളറിലാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കാണും ചെയ്യും, കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. ഇങ്ങനെ തുടർന്ന് ചെയ്തു പോരുക. അങ്ങനെ ചെയ്യും. ഇതാണ് കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു ഡിസൈൻ കാണാം. നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിലും ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റിയ, യൊപ്പാട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന്റെ ചെറിയൊരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
ഞാനിവിടെ ഒരു ചെറിയൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് മയിൽപീലിയുടെ. അതേപോലെ തന്നെ എല്ലാവരും സാരീസിലും ചുരിദാറിലും ആൺകുട്ടികളുടെ ഷർട്ടിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണ് കൗച്ചിങ് സ്റ്റിച്ച്. അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.